ഉമ്മ 5 മക്കളാണ്. മൂത്ത മോളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മോൾ 19 വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കല്യാണാലോചനകളൊക്കെ വരുന്നു. ആ സമയത്ത് ഇവളിങ്ങനെ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, പഠനം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ എന്തായാലും നമുക്കിനി കല്യാണം നടത്തിയേ പറ്റൂ എന്ന രൂപത്തിൽ ഒരാളോട് കാണാൻ വരാൻ പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ അന്വേഷിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഇവർ സലഫി കുടുംബമാണ്, മറ്റ് നമ്മൾ ആദർശവുമായി പൊരുത്തല്ലാത്ത കുടുംബമാണ് ചെക്കൻ്റെത്. അപ്പോൾ അതിനി എന്താണ് കാരണം ഇവിടെ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാക്കി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവളെ അതിൽ നിന്ന് പിന്മാറുന്നില്ല. അപ്പം എന്താണ് ഒരു പരിഹാരമാർഗം എന്നുള്ളത് സ്വാഭാവിക കുറേ ഇതേപോലെ സമാനമായ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ പ്രശ്നത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അമ്മ കുറച്ച് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പരിഹാരമാണ് അവർക്ക് നല്ലൊരു വിവാഹം വേണമെന്നത്. അതുകൊണ്ട് നമ്മളുടെ ഒരു മരുമകൻ എന്ന് പറയുമ്പോൾ അവൻ ദീനിയായിരിക്കണം, അവന് ഭൗതികമായ സൗകര്യങ്ങൾ വേണം, അവന് ജോലി വേണം. ഇതൊക്കെ ഒരു രക്ഷിതാക്കളുടെ ആഗ്രഹവും താല്പര്യമാണ്. അപ്പം അങ്ങനത്തെ രക്ഷിതാക്കൾക്ക് ഒരിക്കലും ഇങ്ങനൊരു അവിഹിതമായി വരുന്ന ബന്ധം അത് പലപ്പോഴും ആ പയ്യന്മാരൊന്നും ഇങ്ങനൊരു പെൺകുട്ടിനെ നമുക്ക് വിട്ടുകൊടുക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്ന ഒരു വശം നിലനിൽക്കെ തന്നെ ഈ വിവാഹം എന്ന് പറയുമ്പോൾ ഇവളാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ട ആൾ. അതെ, ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവൾ നിർബന്ധം പിടിക്കുമ്പോൾ അതൊരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വിവാഹം നടത്തിക്കൊടുത്ത് നീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ വിവാഹം നടത്തി തരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അധ്യായം അവസാനിച്ചു. പിന്നെ ഇവൾ അനുഭവിക്കുകയാണെങ്കിലും എന്താണ്, ഞങ്ങൾ അന്ന് എന്നോട് മര്യാദക്ക് പറഞ്ഞതാണിത് വേണ്ടാന്ന്, പിന്നെ നീ വാശി പിടിച്ച് ഇതല്ലാതെ നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തു തരാൻ നിർബന്ധിതരായി. അതുകൊണ്ട് ഇതിൽ ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ നീ തന്നെ നിനക്ക് വരുത്തി വെച്ചതാണ്. ഞങ്ങൾക്ക് പാരൻസ് ഇതിലൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാരൻസിൻ്റെ ഭാഗം ഒഴിവായി. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ അതേസമയം ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടത് ആരാണ്? ഇവളാണ്. അവളെ നമ്മളത് ബോധ്യപ്പെടുത്തണം. തെറ്റാണെന്നല്ല, അവൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്തണം. എൻ്റെ ഒരു അറിവ് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിത ഭാവിയിൽ എനിക്ക് ഈ വിവാഹം ഒരു ദുരന്തമാകും എന്നൊരു പെൺകുട്ടിക്ക് ബോധ്യപ്പെട്ടാൽ അവൾ പിൻവാങ്ങും. കാരണം നമ്മളിപ്പോൾ ഇത്തരം പെൺകുട്ടിയോട് പറയും, ഈ വിവാഹം എന്തായാലും നീ നടത്താൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ നിൻ്റെ പാരൻസ് അതിന് വഴങ്ങിയേക്കാം. പാരൻസ് വഴങ്ങിയാലും അവർ മനസ്സിഷ്ടപ്പെട്ടുകൊണ്ട് സമ്മതിക്കൂല. അങ്ങനെ നീ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നീ മനസ്സിലാക്കേണ്ടത് നിൻ്റെ ഭാവിയിൽ വലിയ ദുരന്തങ്ങൾ വരാനുണ്ട്. കാരണം ഇതൊരാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാഗ്രഹമാണ്. ഈ ഒരു വിവാഹം കുടുംബജീവിതം എന്ന നിലക്ക് ഇയാൾ ശരിയല്ലാത്തത് കൊണ്ടാണ് പാരൻസ് സംഭവിക്കാത്തത്. അപ്പോൾ ശരിയല്ലാത്ത ഒരാളെ കൂടെ പോകുമ്പോൾ അവൾക്കൊരു ലൈഫ് കിട്ടൂല. ഇവൻ്റെ ഈ താല്പര്യവും പിന്തുണയും ഒക്കെ എന്ത് ചെയ്യും, വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളെ കൊണ്ട് തീരും. പിന്നെ അവൾക്ക് ഒരിക്കലും ഒന്ന് പ്രതികരിക്കാൻ പോലും പറയില്ല. എൻ്റെ വിഷമങ്ങൾ പോയി വീട്ടിൽ പറയാൻ പറ്റൂല. ഇവനും എന്തു ചെയ്യും, നീ വാശി പിടിച്ച് എൻ്റെ കൂടെ വന്നതല്ലേ എന്ന നിലക്ക് എന്തു ചെയ്യും, അവനും അവളെ പരമാവധി ബുദ്ധിമുട്ടിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ പെൺകുട്ടിയെ എന്താണ് അവൾക്ക് ഇങ്ങനെ വിവാഹം കഴിക്കാൻ തോന്നാൻ കാരണം, ഇവൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ കാരണം, ഈ വിവാഹം നടന്നാൽ എന്താ ഉണ്ടാവുക, ഇതൊക്കെ ഒരു പെൺകുട്ടിനെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവളുടെ ലൈഫാണ് എന്ത് ചെയ്യണം നശിക്കാൻ പോകുന്നത് എന്ന് അവൾക്ക് തോന്നിയാൽ അവൾ പിൻവാങ്ങുന്നുവെങ്കിൽ സ്വാഭാവികമായും പുതിയൊരു വിവാഹത്തോടെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ തീരെ പിൻവാങ്ങിക്കാൻ ഉപദേശം കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, ചില രക്ഷിതാക്കൾ അത് നടത്തി കൊടുത്താൽ പിന്നെ അവർക്ക് ബോധ്യപ്പെടും, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും. അത്രയല്ലേ പറയാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ എത്ര പറഞ്ഞാലും ഇവർക്ക് കണ്ണു തുറക്കൂലല്ലോ. ഇപ്പോൾ നമ്മൾ മുന്നിലുള്ള കുറേ അനുഭവങ്ങൾ ഉദാഹരണങ്ങൾ സഹിതം കാണിച്ചു കൊടുത്താലും ഈ കുട്ടികൾ ഇതൊന്നും പിൻവാങ്ങുന്നില്ലല്ലോ. സത്യത്തിൽ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ചിന്ത സത്യത്തിൽ എന്താണ്, അത് ശരിക്കും നമ്മൾ ഈ കുട്ടികൾ കേൾക്കുന്ന കുട്ടികൾക്ക് അല്ല ചിന്ത എന്നുള്ളൂ. അത് ഇത്രയുള്ളൂ. ഇതിലൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരാണും പെണ്ണും തമ്മിലുള്ള ഒരു ആകർഷണീയത എന്ന് പറയുന്നത് അള്ളാഹു പ്രകൃതിപരമായി നിശ്ചയിച്ചൊരു ഈ ആകർഷണീയത മറ്റ് ആകർഷണീയതകളെ പോലെ അല്ല. ഇത് ഇവരെന്ത് ചെയ്യണം, ഒന്നിച്ചു ചേർന്ന്
വേർപിരിയാതെ ജീവിക്കാൻ മാത്രമുള്ള ഒരു ശക്തി ആ സ്നേഹത്തിനുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഒരു പെൺകുട്ടിനെ കണ്ട് അവൾ എനിക്ക് വേണം, അല്ലെങ്കിൽ അവൾ എൻ്റെ ഭാര്യയാവട്ടെ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ ഭർത്താവട്ടെ എന്ന് മനസ്സിലൊരു ചിന്ത വന്നാൽ പിന്നെ ലോകത്ത് വേറൊന്നുമില്ല. അതിൻ്റെ സാക്ഷാത്കാരമല്ലാതെ മറ്റൊരു ചിന്തയില്ല. അത് പിന്നെ വാപ്പല്ല, ഉമ്മല്ല, തൻ്റെ ജോലിയില്ല, നല്ല പ്രൊഫഷണലായിട്ടൊക്കെ പഠിക്കുന്ന MBBS പഠിക്കുന്ന പെൺകുട്ടികൾ അതൊക്കെ നിർത്തി വെച്ചിട്ട് ഈ പ്രേമ സാക്ഷാത്കാരത്തിൽ ഇറങ്ങിത്തിരിക്കും. ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം ഡേഞ്ചറാണ്. അത് സാക്ഷാത്കരിച്ച് അവർ നിൽക്കും, അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ടതാണ് തീരുമാനിക്കുക. കാരണം മരണത്തിനിപ്പുറത്ത് ഇവൻ്റെ കൂടെ പോവുക എന്നുള്ള കവിഞ്ഞ് വേറൊരു സംഗതിയില്ല. ഇത് ഏതാണിനും ഒരു പെണ്ണിനോട് തോന്നുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്തിനാ? അതിപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ സ്നേഹവും ബന്ധവും ലൈഫ് ലോങ് ഉണ്ടാവുമൊന്നുമില്ല. അത് ഒരു സാക്ഷാത്കാരമാണ്. അവർക്ക് ഒന്നിച്ചു ചേരാനുള്ള ഒരു സംഗതി. ആ ഒന്നിച്ചു ചേരുന്നതോട് കൂടെ അത് തീരാവുന്ന ഒരു സംഗതിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ സ്വന്തം ജീവിതത്തെ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് എന്ന് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ എല്ലാ വരുംവരായികളും വാപ്പിമേൽ അനുഭവിക്കേണ്ടത് ഇവരാണ്. ഇതിപ്പോൾ അതിപ്പോൾ അന്വേഷിക്കാൻ അധികമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വാശി പിടിച്ച് പോയ പല പെൺകുട്ടികളും ഉണ്ടല്ലോ നാട്ടിൽ. അവരൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഇവർക്ക് മനസ്സിലാകും എന്താ അന്ന് അങ്ങനെ വാപ്പനും ഇവരോടൊക്കെ വാശി പിടിച്ച് അങ്ങനെ പിന്നെ ഇത്ര ഇഷ്ടത്തിൽ പോയിട്ട് ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. തീർച്ചയായും അവർ പറഞ്ഞു കൊടുക്കും. എന്ത് ചെയ്യാണ്, നമ്മൾ എടുത്തത് ഏറ്റവും തെറ്റായ ഒരു തീരുമാനമായിരുന്നു എന്നാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ വിവാഹം കഴിച്ച് സ്വാഭാവികമായും അവരുടെ ഒരു പ്രേമവിവാഹമാണെന്ന് എനിക്കറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ അവർ കണ്ടാൽ നമുക്ക് അവർ വളരെ സക്സസ് ആയിട്ട് പോകുന്നു, മക്കളുണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മകനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രായത്തിൽ വെച്ചു 21 വയസ്സ്. 21 വയസ്സിലൊക്കെ ഇപ്പോൾ ഒരു പെണ്ണെട്ടിക്കണോ? അപ്പോൾ അവനോട് പറഞ്ഞു തരൂ, നമുക്ക് പറ്റിയ അബദ്ധം അവന് പറ്റാതിരിക്കാനാണെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, നമ്മളൊക്കെ ഇപ്പോൾ ഇത് സക്സസ് ആണെന്ന് വിചാരിച്ച വിവാഹങ്ങൾ പോലും ഒരു ദുരന്തമായിരുന്നു എന്ന് അപ്പോഴാണ് മനസ്സിലാവും. അപ്പോൾ ഇതിലൊന്നും ആരും, ഇത്തരം വിവാഹങ്ങളിലൂടെ ഒന്നും ആരും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ സത്യസന്ധമായി കേട്ടിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് ഇവർക്കും സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അല്ലാഹു എല്ലാം അനുഗ്രഹങ്ങളും നൽകട്ടെ.